ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാരാർജി ഭവനിൽ തന്നെ തുടരുകയാണോ? ഞാൻ തങ്കച്ചൻ കൈപ്പട്ടൂർ തിരുവനന്തപുരത്താണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയ ഓഫീസ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ലൈവായിട്ടുള്ള പരിപാടിയാണ്. അത് സ്ക്രീനിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. തങ്കച്ചൻ കൈപ്പട്ടൂരാണ്. അതായത് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു സംസ്ഥാന കാര്യാലയം അടിമുടി കണ്ടതിന് ശേഷം, അത് വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നൊരു മടക്കം ഉണ്ടാവുക. എന്തായാലും മാധ്യമങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നവരായി. എന്തായാലും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ, ഒപ്പം തന്നെ മുൻകാലങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാർ രാമൻപിള്ള അടക്കമുള്ള രാമൻപിള്ള അടക്കമുള്ള സംസ്ഥാന അധ്യക്ഷന്മാർ ഇവരൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ഒപ്പമാണ് അദ്ദേഹം ഈ കെട്ടിടം പൂർണ്ണമായും കണ്ട് വരുന്നത്. എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ചരിത്രമുറങ്ങുന്ന പുത്തരിക്കണ്ടം മൈതാനിയിലേക്കാണ്. അവിടെ എത്തി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കും. ഇനിയിപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് കളമൊരുങ്ങുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ ബി.ജെ.പിക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ട്. പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ട്. ഒപ്പം തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ബി.ജെ.പി കടന്നു പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, തന്ത്രങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള മിഷൻ 2025 അതെന്താണ് എന്ന് കേൾക്കാനാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആ ഒരു പ്രഖ്യാപനം ഇന്ന് അമിത്ഷാ ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്താൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു 2026 തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. നമ്മൾ മുൻപൊക്കെ സൂചിപ്പിച്ചിരുന്നു 2025-26 തെരഞ്ഞെടുപ്പിന്റെ ഒരു കർട്ടൻ ട്രേസർ പോലെയാണ് ഈ ഒരു സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം. കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി എടുത്തിട്ടുള്ള മുന്നേറ്റം, ബി.ജെ.പിയുടെ വോട്ട് ഷെയർ പല സ്ഥലങ്ങളിൽ നിന്നും, പല മേഖലകളിൽ നിന്നും, പല യൂണിറ്റ് തലങ്ങളിൽ നിന്നും പോലും ബി.ജെ.പിയിലേക്കുള്ള പ്രവർത്തകരുടെ കുത്തൊഴുക്ക്, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരുടെയും വരവ്, കോൺഗ്രസ് CPM നിന്നൊക്കെ മുതിർന്ന നേതാക്കന്മാരും CPM-ന്റെയൊക്കെ ഏരിയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ, ഏരിയ ചുമതലയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വിട്ട് ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷനോടൊപ്പം പാർട്ടിയിലേക്ക് വരുന്നു. അത് യുവജനങ്ങൾ ഉൾപ്പെടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. CPM-ന്റെയും DYFI-യുടെയും ഒക്കെ യുവ നേതാക്കൾ, ആ നേതാക്കൾ പാർട്ടി വിട്ട്, പാർട്ടിയുടെ ഭീകര അന്തരീക്ഷം വിട്ട്, അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിതരായി ബി.ജെ.പിക്ക് ഒപ്പം ചേരുന്നു. നാട് വളരണം, കേരളം വളരണം എന്നുള്ള ആശയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പാർട്ടിയിലേക്ക് വരുന്നു.